ശ്രീവിദ്യ കലാനികേതൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ജവഹർ നഗറിലാണിത്. ഞങ്ങളുടെ പേട്രൺ ലേഖ ശ്രീനിവാസൻ ആൻറ്റി ഉണ്ടായിരുന്ന സമയത്ത് 2010 കോട്ട്സയിൽ വെച്ചാണ് ഞാൻ ലേഖ ആൻറ്റിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ കോട്ട്സയിൽ പരിചയപ്പെട്ട അന്ന് മുതൽ 2010 മുതൽ ജവഹർ നഗറിൽ ഈ ക്ലാസ്സിൽ ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഈ വർഷം മുതൽ ലേഖ ആൻറ്റി ഇല്ലാത്ത ഒരു വർഷമായിട്ടാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വർഷം മുതൽ ശ്രീവിദ്യ കലാനികേതൻ്റെ ഒരു പുതിയ ക്ലാസ് റൂം കൂടെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വിദ്യാരംഭത്തിന് ഇവിടെയും നമുക്ക് വിദ്യാരംഭം കുറിക്കാൻ പറ്റുന്നതാണ്. ഔഡിയാറുള്ള ക്ലാസ് ജവഹർ നഗറിൽ ജെ സ്ട്രീറ്റിലാണ്. മറ്റൊരു സെൻറ്റർ ഇവിടെയാണ്. ഇത് ജഗതി കാർമൽ സ്കൂളിൻ്റെ അടുത്തുള്ള മേത്താശക്തി കിൻഡർ ഗാർഡൻ്റെ ഹാളാണ്. അപ്പോൾ ഈ ജഗതി പ്രദേശത്തുള്ള സ്റ്റുഡൻസിന് വരാൻ സൗകര്യത്തിന് വേണ്ടി ഇവിടെയും ഒരു ക്ലാസ് ഉണ്ട്. ഇത് അരശമൂട് ജംഗ്ഷനിലുള്ള ഭജനമഠം ഹാളാണ്. ഇവിടെയും നമ്മളുടെ ഒരു ക്ലാസ് ഉണ്ട്. ഇവിടെ വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ പേട്ട ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് തിരിയുമ്പോൾ അരശമൂട്. അപ്പോൾ ശ്രീവിദ്യ കലാനികേതൻ്റെ 4 സെൻറ്റേഴ്സ്, ഒന്ന് ജവഹർ നഗർ, മറ്റൊന്ന് ജഗതി മേത്താശക്തി കിൻഡർ ഗാർഡൻ, പിന്നെ ഭജനമഠം അരശമൂട് ജംഗ്ഷനിലുള്ള ഭജനമഠം, 4ാമത്തെ സെൻറ്ററായിട്ട് മെഡിക്കൽ കോളേജിലുള്ള റിങ്സ് ഹാളിൽ. അപ്പോൾ ഈ 4 സെൻറ്റേഴ്സിലും ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലം നോക്കി സെലക്ട് ചെയ്യാം. രാവിലെ ഒരിടത്ത് ക്ലാസ്, വൈകുന്നേരം ഒരിടത്ത് ക്ലാസ്, അങ്ങനെ 4 ടൈമിങ്ങിൽ. അപ്പോൾ ഏത് സമയത്ത് എവിടെയാണോ സൗകര്യം, ഇപ്പോൾ ഒരു സ്ഥലത്ത് വരാൻ പറ്റാത്ത ഒരു എന്തെങ്കിലും സാഹചര്യം വന്നാൽ അന്നത്തെ ക്ലാസ് മിസ്സാവാതെ അടുത്ത വേറെ ഏതെങ്കിലും സെൻറ്ററിൽ വന്ന് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് തിരുവനന്തപുരത്തിൻ്റെ 4 ഭാഗങ്ങളിലായിട്ട് ഞങ്ങളിങ്ങനെ 4 സെൻറ്റേഴ്സ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ശ്രീവിദ്യ കലാനികേതൻ്റെ ഈ വർഷത്തെ വിദ്യാരംഭത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു.